അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഉണക്ക വയണയില, 2 ഏലക്ക, 4 ഗ്രാമ്പു, 1 പീസ് പട്ടയും കൂടി ഇട്ടാൽ നന്നായിരിക്കും. ഇത് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണയ്ക്ക് പകരം നെയ്യും ഒഴിക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഗ്രാമ്പുവും ഏലക്കയും വടയിലയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കാം. 1 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എരിവ് ഇച്ചിരി സ്പൈസി വേണ്ടുന്നവർ 2-3 പച്ചമുളക് ഇടണം. സവാള ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. അത് 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം അല്പം കുറച്ച്